മുക്കോടി ദൈവങ്ങളാണ് ഹിന്ദുമത ചരിത്രത്തിലുള്ളത്. ഈ 33 ദൈവങ്ങളെക്കുറിച്ച് എല്ലാ ഹിന്ദുമത വിശ്വാസികൾക്കും അറിയുമോ എന്നുള്ളത് വലിയ ധാരണയൊന്നുമില്ല. ഈ 33 ദൈവങ്ങൾക്കും പിന്നിൽ ഒരു കഥയുണ്ടാവും. ചരിത്രമാണ്, മിത്തായി കേട്ട് പഴകിയ കഥ. അങ്ങനെയുള്ള കുറച്ച് കഥകളെക്കുറിച്ചാണ് ഇന്ന് പൊട്ടക്കഥകളിൽ പറയുന്നത്. മലയാളികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളായ മുരുകനും കൃഷ്ണനും ഇന്ദ്രനുമൊക്കെ ഇതുവരെ കേൾക്കാത്ത കഥകളുണ്ട്. ആ കഥകളെല്ലാം ദ്രാവിഡരുമായി ബന്ധപ്പെട്ട കഥകളാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ദൈവങ്ങളുടെ ചരിത്ര കഥകൾ തിരഞ്ഞു പോവുകയാണ് പൊട്ടാ സ്റ്റോറിയിൽ ഇന്ന്. കേരളത്തിലെ പൗരാണിക ചരിത്രം നമുക്ക് ലഭിച്ചിട്ടുള്ളത് സംഘകാലഘട്ടത്തിലെ കൃതികളിൽ നിന്നാണ്. സംഘകാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് ഭാഗങ്ങളും ചേർന്നിട്ടാണ് സംഘകാലഘട്ടത്തിൽ പറയപ്പെടുന്നത്. അങ്ങനെയുള്ള സംഘകാലഘട്ടത്തിൽ അന്നത്തെ ജനങ്ങൾ ജീവിച്ചിരുന്ന പ്രദേശത്തിനനുസരിച്ചും അവരുടെ തൊഴിലിനുമനുസരിച്ചുമൊക്കെ വ്യത്യസ്തമായ ആരാധനാമൂർത്തികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ സംഘകാലഘട്ടത്തെ ഭൂമിയെ 5ആയി തരംതിരിച്ചിരുന്നു. ഈ 5ആയി തരംതിരിക്കപ്പെട്ട ഭൂമിക്കും 5ആയി തരംതിരിക്കപ്പെട്ട ഭൂമിയിലെ ജനങ്ങൾക്കും വ്യത്യസ്തമായ ആരാധനാമൂർത്തികളാണ് ഉണ്ടായിട്ടുള്ളത്. ഏതെല്ലാമാണ് ആരാധനാമൂർത്തികളെന്നും ആ ആരാധനാമൂർത്തികൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേര് കുറിഞ്ചി എന്നാണ്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തെ വിളിച്ച് പറയുന്ന പേരാണ് കുറിഞ്ചി. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന സ്ഥലമൊക്കെ. അങ്ങനെയുള്ള സ്ഥലമൊക്കെ എന്താണ്? ഒരു മലമ്പ്രദേശമാണ്. അങ്ങനെ മലമ്പ്രദേശങ്ങളെ സംഘകാലഘട്ടത്തിൽ വിളിച്ചിരുന്ന, ആ ഭാഗത്ത് ജീവിച്ചിരിക്കുന്നവരെ ആ പ്രദേശത്തേക്ക് വിളിച്ചിരുന്നതാണ് കുറിഞ്ചി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത്. ഈ കുറിഞ്ചിയിൽ മലമ്പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ പറയുകയൊന്നും വേണ്ട. തേൻ ശേഖരിക്കൽ, വേട്ടയാടി, മൃഗങ്ങളെ വേട്ടയാടി പിടിക്കൽ എന്നിവയൊക്കെയായിരുന്നു അവരുടെ തൊഴിൽ. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർക്കൊരു ആരാധന മൂർത്തിയും ഉയർന്നു വന്നു. ആരാധനമൂർത്തിയുടെ പേര് ചേയോൻ എന്നാണ്. ആരാധനമൂർത്തിയുടെ പേര്. അങ്ങനെയുള്ള ചേയോൻ്റെ ആയുധം എന്ന് പറയുന്നത് വേല്, കുന്തമാണ്. അപ്പോൾ ചേയോൻ എന്ന് പറയുന്ന ആരാധനമൂർത്തി ഇവിടെ ആയുധമായിട്ട് അവരെല്ലാം അവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വാരിക്കുന്തം തന്നെയാണ് ആദ്യ കാലഘട്ടത്തിൽ വന്നിരുന്നത്. ആ ചേയോന് വേണ്ടി മലമ്പ്രദേശത്തൊക്കെ ധാരാളം അമ്പലങ്ങൾ കഴിക്കപ്പെട്ടു. ആ ചേയോനാണത്രേ പുതിയ കാലഘട്ടത്തിൽ, ആര്യ കാലഘട്ടത്തിന് ശേഷം മുരുകൻ എന്ന ദൈവമായി മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം ശരിയാണ്. മുരുകൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, പഴനി ആയാലും മറ്റു ക്ഷേത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിലനിൽക്കുന്നത് മലമുകളിലാണ്. മാത്രമല്ല, ചേയോൻ്റെ ആയുധമായ ശൂലം മുരുകൻ്റെ കാലഘട്ടത്തിൽ വേലായി, ശൂലത്തിന് ഒന്നും കൂടി വൃത്തിയായി വേൽ എന്ന് പറയുന്ന ആയുധമായി പരിണമിക്കപ്പെട്ടതും നമുക്ക് കാണാം. മുരുകനുമായി ബന്ധപ്പെട്ട ദ്രാവിഡ ചരിത്രം ഇങ്ങനെയാണ്. ദ്രാവിഡർ വിശ്വസിക്കുന്നത് പണ്ട് കാലഘട്ടത്തെ സംഘകാല പാട്ടുകളിൽ നിന്നുമാണ് ഈ ചരിത്രം ലഭിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ പ്രദേശത്തിൻ്റെ പേരാണ് മുല്ലൈ എന്നാണ്. രണ്ടാമത്തെ പ്രദേശത്തിൻ്റെ പേര്. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ് മുല്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മുല്ലൈ എന്ന് പറയുന്ന സ്ഥലത്ത് താഴ്വരകൾ, അതായത് മലകളുടെ താഴ്വരകളാണ് മുല്ലൈ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ മുല്ലൈ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തെന്ന് ചോദിച്ചാൽ മാടിനെ മേച്ച് നടക്കുക, അതായത് ആ പശുക്കളെ മേച്ച് നടക്കുകയൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലുണ്ടായിരുന്നത്. ഇവരുടെ ദൈവത്തിൻ്റെ പേരായിരുന്നു മായോൻ എന്നാണ് ദൈവത്തിൻ്റെ പേര്. മായോൻ എന്നാൽ അർത്ഥം തന്നെ കറുത്തവൻ എന്ന രീതിയിലൊക്കെയാണ്. മായകൾ കാണിച്ചു നടക്കുന്ന ഒരു ദൈവമാണ് മായോൻ എന്ന് പറയുന്നത്. മായോനെ കുറിച്ചിട്ടുള്ള വളരെ രസകരമായതും കൗതുകം നിറഞ്ഞതുമായ കഥകൾ സംഘകാല കൃതികളിൽ മുഴുവനായി കാണാം. ഹിന്ദുമത ചരിത്രത്തിൽ ഒരു പാടി പറഞ്ഞ ഒരു കറുത്ത ദൈവമേ ഉള്ളൂ. കാർവർണ്ണനായും
ഒക്കെ ആഘോഷിക്കപ്പെടുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവമാണ്. മായോനാണത്രേ പിന്നീട് ആര്യ കാലഘട്ടത്തിന് ശേഷം കൃഷ്ണനായി രൂപാന്തരപ്പെട്ടത് എന്നാണ് പറയുന്നത്. മായോൻ്റെ കഥകളൊക്കെ വേറൊരു തലത്തിൽ കൃഷ്ണൻ്റെ കഥകളായിട്ട് പിന്നീട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മായോനെ ആര്യ കാലഘട്ടത്തിന് ശേഷം കൃഷ്ണനാക്കി എന്നതാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തെ പ്രദേശത്തിൻ്റെ പേരാണ് മരുതം. പൃഷ്ടി പ്രദേശത്തെയാണ് മരുതം എന്ന് വിളിക്കുന്നത്. അതായത് വയലുകൾ ഒക്കെയുള്ള കൃഷിയിടങ്ങൾ ഉള്ള സ്ഥലത്തെയാണ് മരുതം എന്ന് വിളിക്കുന്നത്. അവിടെയുള്ള കൃഷിയെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന ജനങ്ങളാണ് മരുതത്തിൽ ഉണ്ടായിരുന്നത്. ഓട്ടോമാറ്റിക്കലി കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മഴയെയാണ്. മഴയ്ക്ക് വേണ്ടി ലോകത്തിലെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെയും ഒരു ദൈവമുണ്ടായി. ഇവിടെ ഉണ്ടായ ദൈവം ദ്രാവിഡ കാലഘട്ടത്തിലുള്ള മഴയ്ക്കുള്ള ദൈവത്തിൻ്റെ പേര് വേന്ദൻ എന്നായിരുന്നു. ഈ വേന്ദനാണ് പിന്നീട് ആര്യ കാലഘട്ടത്തിൽ ഒന്നുകൂടി വൃത്തിയായിട്ട് ഇന്ദ്രൻ എന്ന പേര് അറിയപ്പെട്ടിട്ടുള്ളത്. വേന്ദൻ ഒരു പക്ഷേ പറഞ്ഞ് ഇന്ദ്രൻ എന്നായതാവാം എന്നും പറയുന്നു. പക്ഷെ ആര്യ കാലഘട്ടവും സംഘകാലഘട്ടവും ഒരു കോംപ്രമൈസിലെത്തി കൈമാറ്റം ചെയ്യപ്പെട്ട ദൈവമാണ് ഇന്ദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. നാലാമത്തെ പ്രദേശമാണ് നെയ്തൽ. നെയ്തൽ എന്ന് പറയുന്നത് കടലോര പ്രദേശത്തെയാണ് പ്രധാനമായിട്ടും മുക്കുവരടങ്ങുന്ന വിഭാഗത്തെ ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നെയ്തൽ എന്ന് വിളിച്ചിരുന്നത്. അവരുടെ തൊഴിലെന്തെന്ന് ചോദിച്ചാൽ മീനിനെ പിടിക്കലും മീനിനെ വിൽക്കലും കടലുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ട ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. കടലുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ദൈവവും ഉണ്ടായിരുന്നു. കടലോൻ എന്നാണ് ആ ദൈവത്തെ വിളിക്കപ്പെട്ടിരുന്നത്. ഈ കടലോനാണ് പിന്നീട് ചരിത്രത്തിൽ ആര്യ കാലഘട്ടത്തിൽ കടലോൻ്റെ പേര് ഒന്ന് മാറ്റപ്പെട്ടു. പേര് വരുണൻ എന്ന പേരായി. കടലോനാണ് വരുണൻ എന്നും വരുണനാണ് പണ്ടുകാലത്ത് കടലോൻ എന്നും ആര്യ കാലഘട്ടത്തിലെ രേഖകളിലും ദ്രാവിഡ കാലഘട്ടത്തെ രേഖകളിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരേ ചരിത്രം തന്നെയാണ്. ആര്യന്മാരും ദ്രാവിഡന്മാരും സമ്മതിച്ച ഒരു ദൈവമാണ് വരുണൻ എന്ന് വേണമെങ്കിൽ പറയാം. അഞ്ചാമത്തെ പ്രദേശത്തിൻ്റെ പേരാണ് പാലൈ. പാലൈ എന്ന് പറഞ്ഞാൽ ഊഷര ഭൂമിയാണ്. അതായത് മരുഭൂമി കണക്കെയുള്ള പ്രദേശമാണ്. പാലയിലെ ജനങ്ങൾ ഈ 4 പ്രദേശത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ 4 പ്രദേശത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരോ ആയ ജനങ്ങളാണ്. ഇവർക്ക് അങ്ങനെ മരുഭൂമി കണക്കെ പ്രദേശമായതുകൊണ്ട് തന്നെ പ്രത്യേകമായ കുലത്തൊഴിലൊന്നുമില്ല. അന്ന് ടൂറിസം ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു തൊഴിലുമില്ല. ഇവരുടെ തൊഴിൽ എന്തെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ കൊള്ളയും കൊലയും കൊള്ളിയൊപ്പും നടത്തി ജീവിക്കുക എന്നായിരുന്നു ഇവരുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ തൊഴിലെന്ന് പറയാം. ഇവരെ മറവർ എന്നും കള്ളർ എന്നും വിളിച്ചിട്ടുണ്ട്. മറവർ എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിന്ന് ആക്രമിക്കപ്പെടുന്നവർ. കള്ളർ എന്ന് പറഞ്ഞാൽ കള്ളത്തരം ചെയ്യുന്ന കൊലയും കൊള്ളിവെപ്പുമാണ് ഇവരുടെ പരിപാടി. ഈ കള്ളർ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ നിന്നാണത്രേ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന കള്ളൻ എന്ന് പറയുന്ന വാക്കൊക്കെ ഉണ്ടായത് എന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ദേവിയായിട്ട് ഇവർ കണക്കാക്കിയിരുന്നത് ഇവരുടെ ആരാധനമൂർത്തിയായിരുന്നു കൊറ്റവേയ് എന്ന് പറയുന്ന ആരാധനമൂർത്തി. കൊറ്റവേയ്ക്ക് മറ്റൊരു പേരുണ്ട്, കുരുമ്പ എന്നാണ് പേര്. കൊടുങ്ങല്ലൂരിലെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കൊറ്റവേയുടെ ക്ഷേത്രമാണ് എന്ന ഒരു അഭിപ്രായമുണ്ട്. സംഘകാലഘട്ടത്തിലെ ഭരണി സാഹിത്യത്തിൽ കൊറ്റൈവ സ്വയം മർദ്ദിച്ച് ആനന്ദിക്കുന്ന ഒരു ഉത്സവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തെറിപ്പാട്ടും കലിയിളകലും തലവെട്ടിപ്പൊളിക്കലും ഒക്കെയാണ് ആ ഭരണി എന്ന് പറയുന്ന ഉത്സവത്തിൻ്റെ പേര്. ആ ഉത്സവം അതേപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ കൊണ്ടാടപ്പെടുന്നുണ്ട്. സംഘകാലഘട്ടത്തിൽ പറയുന്ന ഭരണി ഉത്സവമാണത്രേ ഇന്ന് നാം കണ്ട് ആസ്വദിക്കുന്ന ആഘോഷിക്കുന്ന മീനഭരണി എന്ന് പറയുന്ന ഉത്സവം. കൊടുങ്ങല്ലൂർ അമ്മ സംഘകാലഘട്ടം മുതൽക്ക് തന്നെ ജനങ്ങൾ ആരാധിച്ചു പോരുന്ന കൊറ്റൈവ എന്ന് പറയുന്ന ഭഗവതിയാണ് എന്നാണ് അനുമാനിക്കപ്പെട്ടിട്ടുള്ളത്.
ഹിന്ദുക്കളിലെ എല്ലാ ദൈവങ്ങൾക്കും 2 കഥകളും ഉണ്ടാവും. ഹിന്ദുക്കളിലെ എല്ലാ മിത്തുകൾക്കും 2 കഥകളുണ്ട്. രാമായണത്തിന് 2 കഥകളുണ്ട്. രാവണൻ്റെ നോട്ടത്തിലുള്ള കഥയും രാമൻ്റെ നോട്ടത്തിലുള്ള കഥയുമുണ്ട്. അതേപോലെ എല്ലാ മിത്തുകൾക്കും 2 കഥകളുണ്ട്. 5 ദൈവങ്ങളെക്കുറിച്ചിട്ടുള്ള ദ്രാവിഡ കഥകളാണ് കൊട്ടക്കഥകളിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കഥകളല്ലാതെ വേറെ പല കഥകളും പാടിപ്പറഞ്ഞ് കേട്ട് പഴകിയതുണ്ടാകാം. നിങ്ങൾക്കറിയാവുന്ന കഥകൾ കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.